ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ ഇതാ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അധികം നീട്ടി വലിച്ചിട്ടുള്ള വീഡിയോ ഒന്നല്ല, ചെറിയ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ എല്ലാവരും സംശയിക്കും, ഈ പ്രസവിച്ച് കഴിഞ്ഞവർ എങ്ങനെയാണ് ഇങ്ങനെ വെളുക്കുന്നതും അതുപോലെ തന്നെ ഡുണ്ടുമണികളാവുന്നതൊക്കെ കുറേ സംശയമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ചില വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ തരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഓയിൽ കേട്ടോ, നമ്മൾ തേക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പൊതുവേ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് അയച്ചുവിന് വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ എൻ്റെ ഓൺ വോയിസ് തന്നെ കൊടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. അപ്പം അങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടാണോ ഇഷ്ടം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലാകുമ്പം വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ, കുറവാണ്. കാരണം എൻ്റെ ഫോണിൽ കുറച്ച് എന്താ പറഞ്ഞാൽ ക്യാമറയ്ക്ക് ചെറിയ ബ്ലറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് മുഴുവനായിട്ട് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ക്ലിയർനെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ഞളെണ്ണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉലുവയും കൂടിയിട്ട് എന്താക്കി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രസവിച്ച് കടന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെയാണ് മഞ്ഞളെണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മഞ്ഞൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഉലുവയും കടുകും ഇടേണ്ട ആവശ്യമില്ല. ഈ ഉലുവയും കടുകും മെയിനായിട്ട് പൊടിച്ച് ചേർക്കുന്നതിൻ്റെ കാരണം എന്തെങ്കിലും വേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്തത് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് എണ്ണയും എണ്ണയിലേക്ക് ഇങ്ങനെ മഞ്ഞൾ അരച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. തേക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പ്രായപരിധി ഒന്നുമില്ല, പ്രസവിച്ച് കിടക്കുമ്പോൾ മാത്രമൊന്നുമല്ല, അല്ലാത്ത ടൈമിലൊക്കെ നമുക്കിത് ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണ് ഉണ്ടാക്കൽ കേട്ടോ തേക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ് കേട്ടോ. കാരണം മഞ്ഞൾ ഏതൊരു ഇത് വന്നാലും തിരിച്ച് നമ്മളെ പ്രതിരോധിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ കടിച്ചാൽ നമ്മൾ ഈ ഒരു ഇത് തേച്ചാൽ തന്നെ കുറേ റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ കൊതുകടിച്ച എൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറും. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ കത്തിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഇതാക്കരുത് കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് പൊന്തുകയും ചെയ്യും, പിന്നെ ഈ എണ്ണ വേഗം നാശമാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അത്യാവശ്യം എന്തായാലും കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ. കാരണം എണ്ണ തെളിച്ചാൽ അപ്പം തന്നെ ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങും. ഇത് കണ്ടില്ല, ഇങ്ങനെ തിളക്കും കേട്ടോ, മുകളിലേക്കൊക്കെ കൂടി വന്നിട്ട് നല്ലോണം ഇങ്ങനെ തിളക്കും. അപ്പോൾ ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ തിള വരുന്ന വരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി. അങ്ങനെ ആകുമ്പോൾ കുറേ കാലത്തേക്ക് നാശാവാതെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ കുപ്പിയിലേക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരിക്കും കേട്ടോ ആവുക. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊന്തും കേട്ടോ. അപ്പോൾ നല്ലോണം പൊന്തുന്നുണ്ട്. അപ്പം പൊന്തുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മുകളിൽ വരെ എത്തുമ്പം പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഓൺ ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടി അതേ രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റേത് ഇങ്ങനെ കുറഞ്ഞ ഇത് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഗ്യാസ്മിലൊക്കെ ഇങ്ങനെ പതഞ്ഞ് പൊന്തിയിട്ട് മറിയും കേട്ടോ. അപ്പം ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മളൊന്ന് ചെയ്യണം, എന്നാലാണ് നമ്മളെണ്ണ കേടാവാതെ ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പം കുറേ കാലത്തേക്ക് അത് നിൽക്കും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രസവിച്ച് കിടന്ന ആൾക്കാർക്കൊക്കെ തേക്കുമ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഡെയിലി തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് സാധനം തീരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് ഇതൊക്കെ തേക്കുന്നൊക്കെ ആണെങ്കിൽ പിന്നെയും സമയം എടുക്കുമല്ലോ തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം തന്നെ ഉണ്ടാക്കിയാലാണ് നമുക്ക് കുറേ കാലത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം കൂടി
ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇളക്കിയിട്ട് പിന്നെ ഇങ്ങനെ ചൂടാക്കുകയാണ്. അപ്പോൾ സൈഡിലുള്ളതൊക്കെ പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയത് കേട്ടോ. പകലാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മേത്തൊക്കെ തേച്ചിട്ട് പിന്നെ കുളിച്ചാൽ കയ്യിലും കാലിലൊക്കെ തേച്ചിട്ട് പിന്നെ കുളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തിളപ്പിച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട്, റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പിന്നെയും ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇതിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എടുക്കണം. അപ്പോൾ ചെറുതായിരുന്നു കേട്ടോ, ചെറിയ കയ്യിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ബേബീനെ നമ്മൾ അവിടെ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എണ്ണ രണ്ടാമത്തെ ഇതും ഇങ്ങനെ നമ്മൾ റെഡി ആക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചതാ പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് വന്ന് പിന്നെ ബേബീൻ്റെ ഒപ്പം കളിക്കുകയാണ് കേട്ടോ. അപ്പം ബേബീൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്തതുകൊണ്ടാണ് എങ്ങനെ ബ്ലർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ഇതാ ഇച്ചുവിന് കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പാൻറ്റുകൾ. ബത്തേരി പോയ സമയത്ത് കുറച്ച് പാൻറ്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബുക്ക് എടുക്കാൻ. കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ മൂത്രയ്ക്കും കൂടി ചെയ്യുമ്പം ഒക്കെ കൂടി ഇങ്ങനെ ബണ്ടിൽ പോലെ കിടക്കാറുണ്ടോ, ബുക്ക് ഇങ്ങനെ കിടക്കുന്ന പോലെ ഡ്രസ്സുകളും ഇങ്ങനെ നനഞ്ഞിട്ട് കുറേ എണ്ണം കിടക്കാം. അപ്പം പിന്നെ കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അവൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ ചുരിദാറിന് വേണ്ടിയിട്ടൊരു ഷാളും കൂടി, ഒരു യെല്ലോ ഷാളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഈവനിങ് ചായ, വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കാനുണ്ട്. അപ്പം അന്ന് പൂത്തുമ്മാൻ്റെ അടുത്ത് പത്തിരിയും അതുപോലെ തന്നെ പത്തിരിയിൽ തേങ്ങാപ്പാലും നെയ്യൊക്കെ ചേർത്തിട്ട് കഴിക്കുമല്ലോ, അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ കഴിക്കുന്നത്. അപ്പം എൻ്റെ ഒപ്പം തന്നെ ഇച്ചു ഉണ്ട് കേട്ടോ, പിന്നെ ഉമ്മയും എല്ലാവരും ഉണ്ട്. ഉമ്മാക്കും ഉണ്ട് കേട്ടോ ഈ ഒരു സെയിം ഇത്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോമ്പ് കാലത്തും ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പം കറി ഉണ്ടാക്കുമ്പോൾ ഉമ്മ പറയും കറീൻ്റെ ഒന്നും ആവശ്യമില്ല, തേങ്ങാപ്പാലും ഇതുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഴിച്ചോളുന്നു. അപ്പം ഉമ്മ ചെറുപ്പം മുതലേ ആ ഒരു സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പം ചെറുപ്പത്തും ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇക്കാൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഇക്കെടുത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇച്ചുവിന് മാങ്ങ കൊടുക്കുന്നത്. അപ്പോൾ മാങ്ങ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ, ബാക്കിയുള്ള ഫ്രൂട്ട്സ് പോലെ ഒന്നല്ല. ഇതാ പിന്നെ വൈകുന്നേരം അവരൊക്കെ ഉമ്മയും പൂത്തും എല്ലാവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബേബി കരയുന്നതുകൊണ്ട് തന്നെ ബേബീൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അതും തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആളെത്ര വേണമെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കുമ്പം ഇച്ചു നൈസിൽ അവിടുന്ന് തേങ്ങയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇച്ചുവിൻ്റെ ഒപ്പം ഞാനും കടിച്ചൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ ആളെന്നെ ഒറ്റയ്ക്ക് കടിച്ച് തിന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.